റവന്യൂ വകുപ്പിൻ്റെ എല്ലാ സേവനങ്ങളും സ്മാർട്ടാക്കുന്നതിൻ്റെ ഭാഗമായി 2026 ജനുവരിയോടെ ATM കാർഡ് മാതൃകയിൽ എല്ലാവർക്കും പ്രോപ്പർട്ടി കാർഡ് വിതരണം ചെയ്യുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു. ഒരാളുടെ വസ്തുവിലുള്ള കെട്ടിടങ്ങൾ, ഭൂമിയുടെ തരം, വിസ്തൃതി, നികുതി തുടങ്ങി സ്ഥലവുമായി ബന്ധപ്പെട്ട സമഗ്ര വിവരങ്ങൾ രേഖപ്പെടുത്തിയ കാർഡാകും ഇതെന്നും റവന്യൂ ഉത്തരമേഖല അവലോകനത്തിന് ശേഷം മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് 438 വില്ലേജുകളിൽ ഡിജിറ്റൽ റീസർവേ നടന്നു വരികയാണ്. ഇതിൻ്റെ 3ാം ഘട്ടം ഫെബ്രുവരി 14-ന് ആരംഭിക്കും. ഭൂമി തരമാറ്റവുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കും. സൗജന്യമായി വിതരണം ചെയ്യുന്ന 25 സെന്റ് വരെ ഭൂമിക്ക് പ്രത്യേകം സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ തയ്യാറാക്കി ലൈഫ് പദ്ധതിയിൽ വീട് വെക്കുന്നവർക്ക് പ്രത്യേക അനുവാദം നൽകി. സർക്കാർ കാലാവധി പൂർത്തിയാക്കും മുൻപ് 5 ലക്ഷം പട്ടയം വിതരണം എന്ന ലക്ഷ്യം കൈവരിക്കാനായി 1.45 ലക്ഷം പട്ടയം കൂടി നൽകാൻ നടപടി പുരോഗമിക്കുകയാണ്. ഈ സർക്കാർ ഇതുവരെ 1,80,777 പട്ടയങ്ങൾ നൽകി. കഴിഞ്ഞ സർക്കാർ 1.70 ലക്ഷം പട്ടയങ്ങൾ വിതരണം ചെയ്തെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട്, മലപ്പുറം, തൃശൂർ ജില്ലകൾ ഉൾപ്പെട്ട ഉത്തരമേഖലാ യോഗം മന്ത്രി ഉദ്ഘാടനം ചെയ്തു.